3 വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛനെ അമ്മേനെ ഒരേ ഫ്രെയിമിൽ ഒരു സ്ഥലത്തേക്ക് വന്നിച്ചത്. അവർ സെപ്പറേറ്റഡ് ആണ്. ഞാൻ ഇതുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ വേറെ കല്യാണം കഴിച്ചതാണ്. അമ്മ വേറെ കല്യാണം കഴിച്ച അതിലൊരു കൊച്ചുണ്ട്. അച്ഛൻ 2 മക്കളുള്ള ഒരാളെ അച്ഛൻ കല്യാണം കഴിച്ചു. എൻ്റെ കല്യാണ ഫോട്ടോ പോലും എഡിറ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ. പേരൻസ് ഒരുമിച്ചില്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് ഒരു പോയിന്റ് എത്തപ്പിന് മനസ്സിലായി. പേരൻസിന്റെ പ്രശ്നമാണ് അവരുടെ ഒരു വളർത്തുന്ന മീൻസ് അവരില്ലാത്തതിന്റെ ഒരു ഇതുണ്ടല്ലോ. എനിക്ക് പിന്നെ ആയപ്പോൾ ടെമ്പർ തെറ്റി. ഞാൻ പറഞ്ഞോളാം, നീ പറഞ്ഞെങ്കിൽ നീ പറയുന്നെങ്കിൽ പറയാം, അവള് പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കാം. അതോടെ തന്നെ ആ ഡയലോഗിൽ തിരിഞ്ഞതാണോ സത്യത്തില്? അതെ, വർഷനെ തന്നെയാണ് ഈ ഉന്നമിച്ചത്. ഞാൻ നമുക്ക് കൊള്ളാം, നല്ല വൈബ്. താലി കെട്ടുന്നതിന് തൊട്ട് പോയില്ലേ അപ്പോഴേ എന്റെ കല്യാണം ഇനി അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് എന്റെ കല്യാണം അത്രയും നേരം ടെൻഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഒരു പുള്ളിക്കാരൻ സദാചാരം, ഒരു മാമൻ എന്തൊക്കെയോ തെറി വിളിച്ച് ആ പേരിൽ പുള്ളി. ഞാൻ ചുമ്മാ അവിടെ സൈഡിൽ റോഡ് സൈഡിൽ രാത്രി ഫോൺ വിളിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അടിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്റെ വീട്ടിൽ കാറിടാൻ നീ സമ്മതിക്കത്തില്ലേ എന്ന് എന്നോട് ചാടി. ഞാൻ അപ്പൊ പേടിച്ചോടിയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഇവരെയൊക്കെ വിളിച്ചിരുന്നു. പുള്ളി വീട്ടിനകത്തറിയാം. അങ്ങനെ അപ്പൊ തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു.